أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് അയച്ച സൈന്യങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചു വന്നിരുന്നത്. അത് ശത്രുക്കളുടെ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് അയച്ചിരുന്നത്. മൂന്നെണ്ണത്തിനെ കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ പരാമർശിച്ചിരുന്നു. നാലാമത്തെ സൈന്യം ഹസ്രത്ത് അംർ ബിൻ ആസിൻ്റെതായിരുന്നു. അത് സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു, ഹസ്രത്ത് അബൂബക്കർ ഒരു സൈന്യത്തെ ഹസ്രത്ത് അംർ ബിൻ ആസിന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് അയച്ചിരുന്നു. ഹസ്രത്ത് അംർ ബിൻ ആസ് ഷാമിലേക്ക് പോകുന്നതിന് മുമ്പ് ഖുലാ എന്ന സ്ഥലത്തെ ഒരു ഭാഗത്ത് സദക്ക സ്വരുക്കൂട്ടാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഖുലായുടെ മറുഭാഗത്ത് സദക്ക ശേഖരിക്കുന്നതിന് വേണ്ടി ഹസ്രത്ത് വലീദ് ബിൻ ഉഖ്ബയെയാണ് നിയമിച്ചിരുന്നത്. ഹസ്രത്ത് അബൂബക്കർ ഷാമിലേക്ക് വിവിധ സൈന്യങ്ങളെ അയക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഹസ്രത്ത് അംർ ബിൻ ആസിനെ ഷാമിലേക്ക് അയക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഹസ്രത്ത് അംറിന്റെ ഫിത്നകൾ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ കാരണം ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തിന് ഖുലായിൽ തന്നെ താമസിക്കുന്നതിനോ ഷാമിൽ പോയി മുസ്ലിങ്ങൾക്ക് ശക്തി പകരുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് അംർ ബിൻ ആസിന് കത്തെഴുതി, അതായത്, അല്ലയോ അബു അബ്ദുള്ള, ഞാൻ താങ്കളെ ഈ ലോകവും പരലോകവും നന്നാക്കാൻ പര്യാപ്തമായ ഒരു കർമ്മത്തിൽ വ്യാപൃതനാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ താങ്കൾക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയാവട്ടെ. അതിന്റെ മറുപടിയിൽ ഹസ്രത്ത് അംർ ബിൻ ആസ് ഹസ്രത്ത് അബൂബക്കറിന് ഇങ്ങനെ എഴുതി, ഞാൻ ഇസ്ലാമിന്റെ ശരങ്ങളിൽ ഒരു ശരമാകുന്നു. അള്ളാഹുവിന് ശേഷം താങ്കൾ മാത്രമാണ് ഈ ശരങ്ങളെ എയ്യുന്നതിനും സ്വരുക്കൂട്ടുന്നതിനും കഴിയുന്നവൻ. താങ്കളുടെ വീക്ഷണത്തിൽ ഏറ്റവും ദൃഢവും ഭയാനകവും ഉത്തമവുമായ ശരം താങ്കൾക്ക് എവിടെ നിന്നാണോ അപകടമുണ്ടാകുന്നത് അവിടേക്ക് എഴുതാലും. അതായത്, ഞാൻ എല്ലാ നിലയ്ക്കും തയ്യാറാണെന്നും എല്ലാതരം അപകടങ്ങളിലേക്കും പോകാൻ തയ്യാറാണെന്നും പറയുകയുണ്ടായി. ഹസ്രത്ത് അംർ ബിൻ ആസ് മദീനയിൽ എത്തിയപ്പോൾ ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു, മദീനയ്ക്ക് പുറത്തുപോയി തമ്പടിക്കുക. അങ്ങനെ ജനങ്ങൾ താങ്കളോടൊപ്പം കൂടുന്നതാണ്. ഖുറൈശികളിലെ ഉന്നതരായ ഒരുപാട് ആളുകൾ താങ്കളോടൊപ്പം ചേരും. ഷാമിലേക്ക് പോകണം എന്ന തീരുമാനമുണ്ടായപ്പോൾ ഹസ്രത്ത് അംർ ബിൻ ആസിനെ മദീനയിലേക്ക് വിളിപ്പിച്ചു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം സൈന്യത്തെ തയ്യാറാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, മദീനയ്ക്ക് പുറത്ത് തമ്പടിക്കുക, ജനങ്ങൾ താങ്കളുടെ ഭാഗത്തേക്ക് വരുന്നതാണ്. അങ്ങനെ അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തെ യാത്രയാക്കാനെത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അംർ, താങ്കൾ അഭിപ്രായത്തിന്റെ കാര്യത്തിലും അനുഭവത്തിന്റെ കാര്യത്തിലും കഴിവുള്ളയാളാകുന്നു. യുദ്ധവീക്ഷണവുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജനതയിലെ ഉന്നതരായ മുസ്ലിങ്ങളോടൊപ്പമാണ് പോകുന്നത്. നിങ്ങളുടെ സഹോദരന്മാരെ കണ്ടുമുട്ടുന്നതാണ്. അവർക്ക് നന്മ വരുത്തുന്നതിൽ കുറവൊന്നും വരുത്തരുത്. അവരുടെ നല്ല അഭിപ്രായങ്ങളെ തടസ്സപ്പെടുത്തരുത്. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുദ്ധത്തിൽ സ്തുത്യർഹവും പര്യവസാനത്തിൽ അനുഗ്രഹീതവുമായിരിക്കാം. ആരെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്തരുത്. നിങ്ങളുടെ പക്കൽ വല്ല അഭിപ്രായവുമുണ്ടെങ്കിൽ അത് തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. ഹസ്രത്ത് അംർ ബിൻ ആസ് പറഞ്ഞു, എനിക്ക് താങ്കളുടെ വീക്ഷണത്തെ സത്യമാക്കി കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായേനെ. എന്നെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം തെറ്റാകാതിരിക്കട്ടെ. ഹസ്രത്ത് അംർ ബിൻ ആസ് തന്റെ സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ സൈന്യം 6-7 ആയിരത്തോളമായിരുന്നു. അവരുടെ ലക്ഷ്യസ്ഥാനം ഫലസ്തീനായിരുന്നു.
ഹസ്രത്ത് അമ്ര 1000 യോദ്ധാക്കളുടെ സൈനിക സംഘത്തെ തയ്യാറാക്കി. ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ ഉമറിന്റെ നേതൃത്വത്തിൽ റോമിലേക്ക് മുന്നേറാൻ വേണ്ടി അതിനെ അയച്ചു. ഈ സൈന്യം റോമക്കാരുമായി ഏറ്റുമുട്ടി ശത്രുക്കളുടെ ശക്തിയെ തീർത്തും ക്ഷയിപ്പിച്ചുകൊണ്ട് അവർക്ക് മേൽ വിജയം കരസ്ഥമാക്കി. ചില ബന്ദികളെയും കൊണ്ട് തിരിച്ചു വന്നു. ഹസ്രത്ത് അമ്ര ബിൻ ആസ് ആ ബന്ദികളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അതിൽ നിന്ന് മനസ്സിലായത് റോമൻ സൈന്യം റുവൈസിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് മേൽ ഓർക്കാപ്പുറത്ത് ആക്രമണത്തിന് തയ്യാറായിരിക്കുന്നു എന്നാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് അമ്ര തന്റെ സൈന്യത്തെ സുസംഘടിതമാക്കി. റോമക്കാർ ആക്രമണം നടത്തിയപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ ആക്രമണം തടയുന്നതിൽ വിജയിച്ചു. റോമൻ സൈന്യത്തെ പിന്തിരിഞ്ഞോടാൻ നിർബന്ധിതരാക്കി. അതിനുശേഷം അവർക്ക് മേൽ തിരിച്ചെഴുന്നേൽക്കിക്കൊണ്ട് ശത്രുക്കളുടെ ശക്തി ക്ഷയിപ്പിച്ചു. അവരെ തിരിഞ്ഞോടാനും യുദ്ധമൈതാനം ഒഴിവാക്കാൻ നിർബന്ധിതരുമാക്കി. ഇസ്ലാമിക സൈന്യം അവരെ പിന്തുടർന്നു. ആയിരക്കണക്കിന് റോമൻ പടയാളികൾ കൊല്ലപ്പെട്ടു. അങ്ങനെ യുദ്ധം അവസാനിച്ചു. ഈ സൈന്യങ്ങളെ അയച്ചു കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് അബൂബക്കറിന് സമാധാനമായി. അള്ളാഹു ഈ സൈന്യങ്ങൾ മുഖേന മുസ്ലിങ്ങൾക്ക് റോമക്കാർക്ക് മേൽ വിജയം നൽകുമെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്തെന്നാൽ അവരിൽ 1000-ലധികം മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ ഉണ്ടായിരുന്നു. അവരെല്ലാ സന്ദർഭത്തിലും പരവുമായ കൂറ് പ്രകടിപ്പിച്ചവരാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളോട് തോൾ ചേർന്ന് യുദ്ധങ്ങളിൽ ഭാഗഭാക്കായവരായിരുന്നു. അവരിൽ ബദറിൽ പങ്കെടുത്ത ആളുകളും ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തിരുന്നു: അള്ളാഹുവേ, ഇന്ന് നീ ഈ സംഘത്തെ നശിപ്പിക്കുകയാണെങ്കിൽ മേലിൽ ഒരിക്കലും തന്നെ ഭൂമിയിൽ നിന്റെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതല്ല. തുടർന്ന് എഴുതുന്നു, റോമൻ ചക്രവർത്തി ഹിർക്കൽ അന്ന് ഫലസ്തീനിലായിരുന്നു. മുസ്ലിങ്ങളുടെ തയ്യാറെടുപ്പുകളെ കുറിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോൾ അയാൾ അവിടെയുള്ള നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി. അവർക്ക് മുന്നിൽ ആവേശഭരിതമായി പ്രസംഗിച്ചുകൊണ്ട് അവരെ മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. അയാൾ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു: ഈ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന സംസ്കാരശൂന്യരായ ജനങ്ങൾ അറേബ്യൻ മലനാരത്തിൽ നിന്നും വന്ന് നിങ്ങളെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവർക്ക് എത്ര ശക്തമായ വായടപ്പൻ മറുപടി നൽകണമെന്നാൽ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തേക്ക് നോക്കാൻ പോലും അവർക്ക് ധൈര്യമുണ്ടാകരുത്. യുദ്ധസാമഗ്രികളും സൈന്യങ്ങളുമായി നിങ്ങളെ നാം സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് മേൽ നിയോഗിക്കപ്പെട്ട നേതാക്കന്മാരെ നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിക്കുക. വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഹിർക്കൽ ജനങ്ങളെ അറബികൾക്കെതിരിൽ മുസ്ലിങ്ങൾക്കെതിരിൽ പ്രകോപിതരാക്കുന്നതിന് ചെയ്ത പ്രസംഗമാണിത്. ഫലസ്തീനിലെ ജനങ്ങളെ മുസ്ലിങ്ങൾക്കെതിരിൽ പ്രകോപിതരാക്കിയതിനു ശേഷം ഹിർക്കൽ ഡമസ്കസിലെത്തി. അവിടെ നിന്ന് ഹംസിലും അന്തോക്കയിലും എത്തി. ഫലസ്തീനെ പോലെ ഈ പ്രദേശങ്ങളിലും അയാൾ ആവേശഭരിതമായ പ്രഭാഷണങ്ങൾ നടത്തി. അവിടെയുള്ള ജനങ്ങളെയും മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. അന്തോക്കയെ തന്റെ കേന്ദ്രമാക്കി മുസ്ലിങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. റോമക്കാർക്ക് സിറിയയിൽ 2 സൈന്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഫലസ്തീനിലും മറ്റൊന്ന് അന്തോക്കയിലും. ഈ 2 സൈന്യങ്ങളിലും താഴെ ചേർക്കുന്ന സ്ഥലങ്ങളിൽ തങ്ങളുടെ കേന്ദ്രം തയ്യാറാക്കിയിരുന്നു. ഒന്ന് അന്തോക്കിയ. ഇത് റോമൻ സാമ്രാജ്യകാലത്ത് സിറിയയുടെ തലസ്ഥാനമായിരുന്നു. രണ്ടാമത്തേത് കൻസറിൻ. ഇത് സിറിയയുടെ അതിർത്തിയാണ്. വടക്ക് പടിഞ്ഞാറ് പേർഷ്യയുടെ ഭാഗത്താണ് ഉള്ളത്. മൂന്നാമത്തേത് ഹുംസ് ആണ്. ഇത് വടക്ക് കിഴക്ക് ഭാഗത്ത് പേർഷ്യയുടെ അതിർത്തിയിലുള്ള പ്രദേശമാണ്. നാലാമത്തേത് ഒമാൻ ആകുന്നു. ഇത് ബാൽക്കയുടെ കേന്ദ്രസ്ഥാനമാണ്. ഇവിടെ ഉറപ്പുള്ള സുരക്ഷിത കോട്ടകളുണ്ട്. അഞ്ചാമത്തേത് അജ്നാദൈൻ. ഇത് ഫലസ്തീന്റെ തെക്ക് ഭാഗത്ത് റോമിന്റെ സമുദ്ര കേന്ദ്രമാണ്. അത് അറേബ്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള അതിർത്തികളും ചുറ്റുപാടും ഈജിപ്തുമായി ചേർന്ന് കിടക്കുന്നു. ആറാമത്തേത് കസാരിയാകുന്നു. ഇത് ഫലസ്തീന്റെ വടക്ക് ഹൈഫയിൽ നിന്ന് 13 കിലോമീറ്റർ അപ്പുറത്താണ്. അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ബാക്കിയുണ്ട്. റോമൻ ഹൈക്കമാൻഡിന്റെ കേന്ദ്രം അന്തോക്കിയോ ഹംസോ ആയിരുന്നു. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയും കാണപ്പെടുന്നു: ഇസ്ലാമിക സൈന്യങ്ങൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഹിർക്കൽ ആദ്യം തന്റെ സമൂഹത്തെ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ഉപദേശിച്ചത്. നിങ്ങൾ മുസ്ലിങ്ങളുമായി രഞ്ജിപ്പിലെത്തുക. ദൈവത്താണെ, നിങ്ങൾ അവരുമായി സിറിയയുടെ പകുതി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ രഞ്ജിപ്പിലെത്തുകയാണെങ്കിൽ നിങ്ങളുടെ പക്കൽ പകുതി ഉൽപ്പന്നങ്ങളും റോമൻ പ്രദേശങ്ങളും നിലനിൽക്കുന്നതാണ്. അവർ മുഴുവൻ റോമൻ പ്രദേശങ്ങളിലോ റോമിന്റെ പകുതി പ്രദേശങ്ങളിലോ ആധിപത്യം സ്ഥാപിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഗുണകരം അതായിരിക്കും. പക്ഷേ റോമക്കാർ എഴുന്നേറ്റ് പോവുകയും അവർ അയാൾ പറഞ്ഞത് അനുസരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു.
അയാൾ അവരെ ഒരുമിച്ച് കൂട്ടി ഹിംസിലേക്ക് കൊണ്ടുപോയി. അവിടെ അയാൾ സൈന്യങ്ങളെ തയ്യാറാക്കി തുടങ്ങി. ഹിംസിന് ശേഷം ഹിർക്കൽ അന്ത്യോക്യയിലേക്ക് പോയി. അയാളുടെ പക്കൽ ധാരാളം സൈന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഓരോ സൈന്യത്തെയും നേരിടാൻ വെവ്വേറെ സൈന്യങ്ങളെ അയക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ മുസ്ലിങ്ങളുടെ സൈന്യത്തിന്റെ ഓരോ ഭാഗത്തെയും ദുർബലമാക്കാം എന്നാണ് കരുതിയത്. അങ്ങനെ അയാൾ തന്റെ സഹോദരനായ തദാറുക്കിനെ 90,000 സൈനികരുമായി ഹസ്രത്ത് അമ്രിനെ നേരിടാൻ അയച്ചു. ജർജ ബിൻ തോസസിനെ ഹസ്രത്ത് യസീദ് ബിൻ അബൂ സുഫിയാനെ നേരിടാൻ അയച്ചു. കൈക്കാർ ബിൻ നഫ്തൂസിനെ 60,000 സൈന്യത്തോടൊപ്പം ഹസ്രത്ത് അബൂ ഉബൈദയ്ക്കെതിരിൽ പറഞ്ഞയച്ചു. ഹസ്രത്ത് ഷർഹബിൽ ഹസനയെ നേരിടാൻ ബറാഖസിനെയാണ് നിയോഗിച്ചത്. ഹസ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ജാബിയ എന്ന സ്ഥലത്തിനടുത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഒരാൾ സന്ദേശവുമായി വന്നിട്ട് പറഞ്ഞു, ഹിർക്കിൽ അന്ത്യോക്യയിലുണ്ട്. അയാൾ നിങ്ങളെ നേരിടാൻ ഒരു വലിയ സൈന്യത്തെ തയ്യാറാക്കിയിരിക്കുന്നു. ഇതിനു മുമ്പ് അത്തരം ഒരു സൈന്യത്തെ അയാളുടെ പൂർവ്വപിതാക്കന്മാർ ആരും തന്നെ നിങ്ങൾക്ക് മുമ്പുള്ള ജനതകളെ നേരിടാൻ തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ ഹസ്രത്ത് അബൂബക്കറിന് ഹസ്രത്ത് അബൂ ഉബൈദ ഇപ്രകാരം എഴുതി, റോമൻ ചക്രവർത്തി ഹിർക്കൽ സിറിയയിലെ ഒരു പ്രദേശമായ അന്ത്യോക്യയിലുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അയാൾ തന്റെ സാമ്രാജ്യത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയും ജനങ്ങളെ ഒരുമിച്ച് കൂടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ജനങ്ങൾ പ്രയാസമുള്ളതും എളുപ്പമുള്ളതുമായ വഴികളിലൂടെ ഹിർക്കലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് അറിയിപ്പ് നൽകുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഹദ്രത്ത് അബൂബക്കർ ഹദ്രത്ത് അബൂ ഉബൈദയ്ക്ക് മറുപടി കത്തിൽ ഇപ്രകാരം എഴുതി, എനിക്ക് നിങ്ങളുടെ കത്ത് കിട്ടി. നിങ്ങൾ റോമൻ ചക്രവർത്തി ഹിർക്കലിനെ കുറിച്ച് എഴുതിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. തുടർന്ന് പറഞ്ഞു, അന്ത്യോക്യയിൽ അയാൾ താമസിക്കുന്നത് കൊണ്ട് അയാൾക്കും അയാളുടെ കൂട്ടുകാർക്കും പരാജയവും അതിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കും മുസ്ലിങ്ങൾക്കും വിജയവുമാണ് ഉണ്ടാവുക. പരിഭ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ കത്തിൽ ഹിർക്കൽ തന്റെ സാമ്രാജ്യത്തിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നു എന്നും ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുന്നു എന്നും എഴുതിയിട്ടുണ്ട്. അയാൾ അങ്ങനെ ചെയ്യുന്നതാണ് എന്ന് നമുക്ക് നിങ്ങളെക്കാൾ മുന്നേ അറിയാം. കാരണം ഒരു ജനതയ്ക്കും യുദ്ധം കൂടാതെ തങ്ങളുടെ രാജാവിനെ ഉപേക്ഷിക്കാനോ തങ്ങളുടെ രാജ്യം വിടാനോ സാധ്യമല്ല. പിന്നെ നിങ്ങൾ എഴുതുന്നു, അൽഹംദുലില്ലാ, അവരുമായി പൊരുതുന്ന നിരവധി മുസ്ലിങ്ങളെ പറ്റി താങ്കൾ എഴുതുന്നു, ശത്രുക്കൾ അവരുടെ ജീവിതത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇവർ മരണത്തെ സ്നേഹിക്കുന്നവരാണ്. തങ്ങളുടെ യുദ്ധത്തിൽ അള്ളാഹുവിൽ നിന്ന് മഹത്തായ പ്രതിഫലം കാംക്ഷിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതുന്നത് എതിരാളികൾ തരുണിമണികളെയും വിളവെടുപ്പുള്ള സാമഗ്രികളെയും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരിയായി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവരിലുള്ള ഓരോ മുസ്ലിമും യുദ്ധമൈതാനത്ത് ആയിരക്കണക്കിന് മുശ്രിക്കുകളെക്കാളും ഉത്തമരായിരിക്കും. നിങ്ങൾ സൈന്യവുമായി അവരോട് പൊരുതുക. നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരായിട്ടുള്ള മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല. തീർച്ചയായും അള്ളാഹുവിന്റെ സ്മരണ വളരെ വലുതാകുന്നു. അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അതോടൊപ്പം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ വേറെയും ആളുകളെ അയക്കുന്നുണ്ട്. അതായത് ഞാൻ സൈന്യത്തെ അയക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മതിയാകുന്നതാണ്. അതിലും കൂടുതൽ വേണമെന്ന് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകുന്നതല്ല. വസ്സലാം. അതേപോലെ തന്നെ ഹദ്രത്ത് അംർ ബിൻ ആസിന്റെ കത്തും ഹദ്രത്ത് അബൂബക്കറിന് ലഭിച്ചു. ഹദ്രത്ത് അബൂബക്കർ അതിന് മറുപടി കൊടുത്തുകൊണ്ട് എഴുതി, നിങ്ങളുടെ കത്ത് എനിക്ക് ലഭിച്ചു. അതിൽ നിങ്ങൾ റോമക്കാരുടെ സൈന്യം ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. ഓർക്കുക, അള്ളാഹു തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന സൈന്യത്തിന്റെ ആധിക്യം കാരണമല്ല നമുക്ക് വിജയങ്ങൾ നൽകിയത്. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? എന്നാൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ജിഹാദ് ചെയ്തിരുന്നു. ഞങ്ങളുടെ പക്കൽ 2 കുതിരകളാണ് ഉണ്ടായിരുന്നത്. ഒട്ടകത്തിനു മേലും ഞങ്ങൾ ഊഴമിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. ഉഹദ് യുദ്ധ ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പക്കൽ ഒരു കുതിര മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തിരുന്നത്. പക്ഷേ എന്നിട്ടും അള്ളാഹു നമുക്ക് ശത്രുക്കളുടെ മേൽ വിജയം നൽകി, നമ്മെ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അമ്ര, ഓർക്കുക, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നവൻ തിന്മയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനാകുന്നു. സ്വയം അള്ളാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം തന്റെ സുഹൃത്തുക്കളോടും അള്ളാഹുവിനെ അനുസരിക്കാൻ ഉപദേശിക്കുക. ഹദ്രത്ത് യസീദ് ഇബ്നു അബി സുഫിയാനും ഹദ്രത്ത് അബൂബക്കറിന് കത്തയച്ചുകൊണ്ട്
അവിടെ ഉണ്ടായിരുന്ന അവസ്ഥകളെക്കുറിച്ച് എഴുതുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള മറുപടിയിൽ ഹസ്രത്ത് അബൂബക്കർ ഇങ്ങനെ എഴുതി: നിങ്ങൾക്ക് അവരുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ തന്റെ കൂട്ടാളികളുമായി അവർക്കെതിരിൽ ഒന്നിച്ചു പൊരുതുക, അവരോട് യുദ്ധം ചെയ്യുക. അള്ളാഹു നിങ്ങളെ നിന്ദരാക്കുന്നതല്ല. അള്ളാഹു നമുക്ക് അറിയിപ്പ് തന്ന എന്തെന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനയാൽ ചെറിയ സംഘങ്ങൾ വലിയ സംഘങ്ങൾക്ക് മേൽ ആധിപത്യം പുലർത്തുന്നതാണ്. ഇതൊക്കെയാണെങ്കിലും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വീണ്ടും ഞാൻ യോദ്ധാക്കളെ അയക്കുന്നതാണ്. അവർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതിയാകുന്നതാണ്. അതിലധികം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. ഇൻഷാ അല്ലാ. വസ്സലാം. അതിൽ ഹദ്റത്ത് അബൂബക്കർ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഹദ്റത്ത് അബൂബക്കർ ഈ കത്ത് യസീദിന് എത്തിക്കുന്നതിന് വേണ്ടി ഹദ്റത്ത് അബ്ദുല്ല ബിൻ ഖിർദിന് കൊടുക്കുകയുണ്ടായി. ഹദ്റത്ത് അബ്ദുല്ല കത്തുമായി പുറപ്പെട്ടു. അങ്ങനെ ഹദ്റത്ത് യസീദിനടുക്കലെത്തി ഈ കത്ത് മുസ്ലിങ്ങൾക്ക് മുന്നിൽ വായിച്ചു. അപ്പോൾ മുസ്ലിങ്ങൾ ഏറെ സന്തോഷഭരിതരായി. ഹദ്റത്ത് അബൂബക്കർ ഹാഷിം ബിൻ ഉത്ബയെ വിളിപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു: ഹാഷിം, നിങ്ങളുടെ സൗഭാഗ്യം എന്തെന്നാൽ നിങ്ങൾ ഉമ്മത്തിൽ തങ്ങളുടെ ശത്രുക്കളായ മുസ്ലിങ്ങൾക്കെതിരിൽ ജിഹാദിൽ സഹായിക്കുന്നവരിൽപ്പെട്ട ആളാകുന്നു. നിങ്ങളുടെ നന്മയിലും അഭിപ്രായത്തിലും പരിശുദ്ധിയിലും യുദ്ധനൈപുണ്യത്തിലും ഭരതകർത്താവിന് ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമുണ്ട്. ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹത്തെ സൈന്യത്തെ തയ്യാറാക്കുന്നതിന് വേണ്ടി അയക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു: മുസ്ലിങ്ങൾ എനിക്ക് കത്തയച്ചുകൊണ്ട് ശത്രുക്കൾക്കെതിരിൽ പോരാടുന്നതിന് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടി അവരുടെ അടുക്കലേക്ക് പുറപ്പെടുക. ഞാൻ ജനങ്ങളെ നിങ്ങളോടൊപ്പം പുറപ്പെടാൻ തയ്യാറാക്കുന്നതാണ്. നിങ്ങൾ ഉടനെ പുറപ്പെടുക. അങ്ങനെ അബൂ ഉബൈദയുടെ അടുക്കലെത്തുക. ഹദ്റത്ത് അബൂബക്കർ ജനങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹുവിന് പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു: അമ്മാബാദ്, തീർച്ചയായും നിങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾ കുറച്ചുപേർ സുഖത്തിലാണുള്ളത്. കുറച്ചുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർക്ക് പ്രതിരോധത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു. അവർക്ക് സംരക്ഷണം നൽകി വരുന്നുണ്ട്. അള്ളാഹു ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഭയം ഉളവാക്കിയിരിക്കുന്നു. അവർ തങ്ങളുടെ കോട്ടകളിൽ അഭയം പ്രാപിച്ച് അതിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചു വെച്ചിരിക്കുകയാണ്. മുസ്ലിം സന്ദേശവാഹകർ നൽകിയ സന്ദേശം എന്തെന്നാൽ റോമൻ ചക്രവർത്തി ഹിർക്കൽ അവരുടെ മുന്നിലൂടെ ഓടിപ്പോവുകയും സിറിയയിലെ ഒരു കോണിലുള്ള സ്ഥലത്ത് അഭയം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നമുക്കെഴുതിയ സന്ദേശങ്ങളിൽ പറയുന്നു: ഹിർക്കൽ അവിടെ ഇരുന്നു കൊണ്ട് ഒരു വലിയ സൈന്യത്തെ മുസ്ലിങ്ങൾക്കെതിരിൽ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു സൈന്യത്തെ അയക്കണമെന്നാണ്. അള്ളാഹു അത് മുഖേന അവർക്ക് ശക്തമായ ബലം നൽകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഈ സൈന്യം മുഖേന മുസ്ലിങ്ങൾക്ക് പിൻബലം കിട്ടുന്നതാണ്, ശത്രുക്കളെ നിന്ദരാക്കുന്നതുമാണ്, അവരുടെ ഹൃദയങ്ങളിൽ ഭയമുളവാക്കുന്നതാണ്. അള്ളാഹു നിങ്ങൾക്ക് മേൽ കരുണ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ഹാഷിം ബിൻ ഉത്ബയോടൊപ്പം തയ്യാറാവുക. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ വിജയവും സമരാർജിത സ്വത്തുക്കളും ലഭിക്കുന്നതാണ്. ഇനി കൊല്ലപ്പെടുകയാണെങ്കിലോ ഷഹാദത്തും കറാമത്തും ലഭ്യമാകും. ഹദ്റത്ത് അബൂബക്കർ തന്റെ വീട്ടിലേക്ക് വന്നു. ജനങ്ങൾ ഹാഷിം ബിൻ ഉത്ബയുടെ ചുറ്റും കൂടി. അബൂബക്കർ അദ്ദേഹത്തോട് പുറപ്പെടാൻ കൽപ്പിച്ചു. ഹാഷിം ഹസ്രത്ത് അബൂബക്കറിനോട് സലാം പറയുകയും വിട ചോദിക്കുകയും ചെയ്തു. ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തോട് പറഞ്ഞു: ഹാഷിം, ഞങ്ങൾ വലിയ വൃദ്ധന്മാരുടെ അഭിപ്രായങ്ങളും നല്ല തന്ത്രങ്ങളും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. യുവാക്കളുടെ ക്ഷമയിലും സ്ഥൈര്യത്തിലും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അള്ളാഹു നിങ്ങൾക്കുള്ളിൽ ഈ എല്ലാ ഗുണങ്ങളും സന്നിവേശിപ്പിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ യുവാവും നന്മയിലേക്ക് ഉയരുന്ന ആളുമാകുന്നു. ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ഉറച്ചു നിന്ന് പൊരുതുക, ക്ഷമ പ്രകടിപ്പിക്കുക. ഓർക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉയർത്തുന്ന ഓരോ ചുവടും അവന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഓരോ ചലനവും ആ വഴിയിൽ ഉണ്ടാകുന്ന ദാഹത്തിന്റെയും വിശപ്പിന്റെയും പരവശതകൾക്കും പകരമായി അള്ളാഹു നിങ്ങളുടെ കർമ്മപുസ്തകത്തിൽ നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹു നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നതുമല്ല. ഹദ്റത്ത് ഹാഷിം പറഞ്ഞു: അള്ളാഹു എനിക്ക് നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നതാണ്. എല്ലാ ശക്തിയും കഴിവും അള്ളാഹു തന്നെയാണ് നൽകുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കൊല്ലപ്പെടുന്നില്ലെങ്കിൽ അവരുമായി പൊരുതുന്നതാണ്, കൂടെ കൂടെ പൊരുതുന്നതാണ്. തുടർന്ന് പറഞ്ഞു: ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കൊല്ലപ്പെടുന്നില്ലെങ്കിൽ ഞാൻ അവരുമായി കൂടെ കൂടി യുദ്ധം ചെയ്യുന്നതാണ്. അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞു: ഞാൻ കൊല്ലപ്പെടണമെന്നും
വീണ്ടും വീണ്ടും കൊല്ലപ്പെടണമെന്നും ആഗ്രഹിക്കുന്നു. ഇങ്ങനെ 2 നിവേദനങ്ങളുണ്ട്. തുടർന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് പിതൃവ്യൻ ഹദരത്ത് സഅദ് ബിൻ വക്കാസ് പറഞ്ഞു, അല്ലയോ സഹോദരപുത്ര, നീ അയക്കുന്ന ഓരോ ശരവും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഓർക്കുക, നിങ്ങൾ ഉടൻ തന്നെ ഈ ലോകം വിട്ടുപോകുന്നതാണ്. ഉടൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഈ ലോകം മുതൽ പരലോകം വരെയും നിങ്ങൾ ഉയർത്തുന്ന ഓരോ ചുവടും സത്യത്തിൻ്റെതായിരിക്കണം, അഥവാ നിങ്ങളുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളായിരിക്കും. ഹാഷിം പറഞ്ഞു, പിതൃവ്യ, താങ്കൾ എന്നെ സംബന്ധിച്ച് തികച്ചും നിർഭയനായിരിക്കുക. എൻ്റെ താമസവും യാത്രയും പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള നീക്കങ്ങളും പരിശ്രമങ്ങളും സൈനിക മുന്നേറ്റങ്ങളും അമ്പെയ്യുന്നതും വാഴ്ചൊഴിച്ചുന്നതും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടവരിൽപ്പെട്ടു പോകുന്നതാണ്. അതായത് എൻ്റെ ഓരോ കർമ്മവും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കുകയില്ല. തുടർന്ന് അദ്ദേഹം ഹദരത്ത് അബൂബക്കറിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു. ഹദരത്ത് അബൂ ഉബൈദയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ അടുക്കലെത്തി. അദ്ദേഹത്തിന്റെ വരവിൽ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും പരസ്പരം അദ്ദേഹത്തിന്റെ വരവിൽ സുവാർത്ത അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹദരത്ത് സയ്യിദ് ബിൻ ആമിർ ബിൻ ഹസീമിനെ ഹദരത്ത് അബൂബക്കർ സിറിയയിലെ യുദ്ധത്തിന് വേണ്ടി അയക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അറിയിപ്പ് കിട്ടുകയുണ്ടായി. ഹദരത്ത് അബൂബക്കർ ഇങ്ങനെ മറ്റൊരു സൈന്യത്തെ കൂടി തയ്യാറാക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഹദരത്ത് സയ്യിദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇതെന്ന് കരുതി. ഏതായിരുന്നാലും അദ്ദേഹത്തിന് അറിയിപ്പ് കിട്ടി. എന്നാൽ ഹദരത്ത് അബൂബക്കർ കാലവിളംബം വരുത്തുകയും അദ്ദേഹത്തോട് അതേക്കുറിച്ച് പറയാതിരിക്കുകയും ചെയ്തപ്പോൾ ഹദരത്ത് സയ്യിദ് ഹദരത്ത് അബൂബക്കറിന്റെ സവിധത്തിലെത്തി പറഞ്ഞു, അല്ലയോ അബൂബക്കർ, അള്ളാഹുവാണേ, താങ്കൾ എന്നെ റോമക്കാർക്കെതിരിൽ അയക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. പക്ഷേ താങ്കൾ മൗനം ദീക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. താങ്കളുടെ ഹൃദയത്തിൽ എന്നെക്കുറിച്ച് എന്ത് ചിന്ത വന്നു എന്ന് എനിക്കറിയില്ല. താങ്കൾ എനിക്ക് പകരം മറ്റൊരാളെയാണ് അമീറാക്കുന്നതെങ്കിൽ എന്നെയും അദ്ദേഹത്തോടൊപ്പം അയച്ചാലും എനിക്കും അതിനേക്കാൾ വലിയ സന്തോഷമുണ്ടായിരിക്കില്ല. ഇനി താങ്കൾ ആരെയും അയക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് ജിഹാദിന് താല്പര്യമുണ്ട്. താങ്കൾ മുസ്ലിങ്ങളുടെ കൂടെ ചേരുന്നതിന് എനിക്ക് അനുമതി നൽകിയാലും അള്ളാഹു താങ്കൾക്ക് മേൽ കരുണ ചെയ്യട്ടെ. റോമക്കാരുടെ വലിയ സൈന്യം ഒരുമിച്ച് കൂടുന്നു എന്ന് എനിക്ക് മുന്നിൽ പരാമർശിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അല്ലയോ സയ്യിദ് ബിൻ ആമിർ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചൊരിയുന്ന അള്ളാഹു താങ്കളുടെ മേൽ കരുണ ചൊരിയുമാറാകട്ടെ. എനിക്ക് താങ്കളെ അറിയാം. താങ്കൾ വിനയം കാണിക്കുന്നവനും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നവനും അതിരാവിലെ തഹജ്ജുദ് അനുഷ്ഠിക്കുന്നവനും ധാരാളമായി ദൈവസ്മരണ ചെയ്യുന്നവരിൽ ഉൾപ്പെടുന്നവനുമാകുന്നു. അപ്പോൾ ഹദരത്ത് സയ്യിദ് പറഞ്ഞു, അള്ളാഹു താങ്കളോട് കരുണ കാണിക്കട്ടെ. ഈ പറഞ്ഞതിനേക്കാൾ എല്ലാം അധികം എനിക്ക് എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഔദാര്യമുണ്ട്. അവൻ്റെ തന്നെ അനുഗ്രഹവും ഔദാര്യവുമാണുള്ളത്. അള്ളാഹുവാണേ, ഞാൻ താങ്കളെ അറിഞ്ഞിടത്തോളം താങ്കൾ സത്യം തുറന്നു പറയുന്ന ആളും നീതിയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ആളും മോമിനികളോട് കരുണ ചൊരിയുന്നവനും ശത്രുക്കൾക്കെതിരിൽ വളരെ കാഠിന്യം കാണിക്കുന്ന ആളുമാകുന്നു. താങ്കൾ നീതിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നു. സമ്പത്ത് വിതരണം ചെയ്യുമ്പോൾ ആർക്കും പ്രത്യേക പരിഗണന നൽകുന്നില്ല. അപ്പോൾ ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, സയ്യിദ് നിർത്തൂ. അള്ളാഹു നിങ്ങൾക്ക് മേൽ കരുണ ചൊരിയട്ടെ. പോകൂ, യുദ്ധത്തിന് വേണ്ടി തയ്യാറാകൂ. ഞാൻ സിറിയയിലുള്ള മുസ്ലിങ്ങളുടെ അടുക്കലേക്ക് ഒരു സൈന്യത്തെ അയക്കുന്നു. അവർക്ക് മേൽ നിങ്ങളെയാണ് അമീറായി നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഹദരത്ത് ബിലാലിനോട് മുസ്ലിങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യാൻ കൽപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ വിളംബരപ്പെടുത്തി, മുസ്ലിങ്ങളെ, ഹദരത്ത് സയ്യിദ് ബിൻ ആമിർ ബിൻ ഹസീമിനോടൊപ്പം സിറിയയിലെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ 700 ആളുകൾ അതിന് തയ്യാറായി. ഹദരത്ത് സയ്യിദ് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഹദരത്ത് ബിലാൽ ഹദരത്ത് അബൂബക്കറിന്റെ സവിധത്തിലെത്തി പറഞ്ഞു, അല്ലയോ ഖലീഫത്തു റസൂൽ, താങ്കൾ എനിക്ക് എൻ്റെ ആത്മാവിന് മേൽ ഉടമസ്ഥാവകാശവും നന്മയിലേക്ക് നീങ്ങാൻ സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടി എന്നെ മോചിപ്പിച്ചതെങ്കിൽ എനിക്ക് എൻ്റെ റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ അനുമതി നൽകിയാലും എനിക്ക് ഒരു ഭാഗത്തിരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ജിഹാദ് ചെയ്യാനാണ്. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അള്ളാഹു സാക്ഷി, ഞാൻ താങ്കളെ ഈ കാര്യത്തിന് വേണ്ടി തന്നെയാണ് സ്വതന്ത്രനാക്കിയത്. ഞാൻ അതിനു പകരമായി നിങ്ങളിൽ നിന്ന് യാതൊരുവിധ പ്രതിഫലവും നന്ദിയും കാക്ഷിക്കുന്നില്ല. ഈ ഭൂമി വളരെ വിശാലമാകുന്നു. അതിൽ നിങ്ങൾ ഇഷ്ടമുള്ള വഴിയിലൂടെ നീങ്ങിക്കൊള്ളുക. ഹദരത്ത് ബിലാൽ പറഞ്ഞു, അല്ലയോ സിദ്ദീഖ്, താങ്കൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്നോട് അസ്വസ്ഥനാണെന്ന് തോന്നുന്നു.
ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, അല്ല, അള്ളാഹുവാണേ, ഞാൻ ഈ കാര്യത്തിൽ താങ്കളുടെ നീരസത്തിലല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആഗ്രഹം കാരണം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ ഉപേക്ഷിക്കരുത് എന്നാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളെ അള്ളാഹുവിനനുസരണത്തിലേക്കാണ് വിളിക്കുന്നത്. ഹദ്രത്ത് ബിലാൽ പറഞ്ഞു, താങ്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളുടെ അടുക്കൽ തന്നെ നിൽക്കാം. ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ജിഹാദ് ചെയ്യാനാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇവിടെ താമസിക്കാൻ ഒരിക്കലും കൽപ്പിക്കുന്നതല്ല. ഞാൻ വാങ്ങിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത്. അല്ലയോ ബിലാൽ, താങ്കൾ വിട്ടുപോകുന്നത് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. പക്ഷേ ഈ വേർപാടും അനിവാര്യമാണ്. അതിനുശേഷം ഖിയാമത്ത് വരെ മുലാഖാത്തുണ്ടാകുന്നതല്ല. അല്ലയോ ബിലാൽ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലോകത്ത് നിങ്ങളുടെ പാഥേയം സൽക്കർമ്മങ്ങളാകട്ടെ. അക്കാരണത്താൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം അള്ളാഹു നിങ്ങളുടെ സ്മരണ നിലനിർത്തും. മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉന്നതമായ പ്രതിഫലം നൽകുന്നതുമാണ്. ഹദ്രത്ത് ബിലാൽ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു താങ്കൾക്ക് ഈ സുഹൃത്തും സഹോദരനും മുഖേന തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവാണേ, താങ്കൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിനെ അനുസരിക്കാനും സബർ ചെയ്യാനും സൽക്കർമ്മങ്ങൾ നിലകൊള്ളാനുമുള്ള കൽപ്പനകൾ ഒന്നും തന്നെ പുതുമയുള്ളതല്ല. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ആർക്കു വേണ്ടിയും ബാങ്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് ഹദ്രത്ത് സയ്യിദ് ബിൻ ആമിറിന്റെ കൂടെ ഹദ്രത്ത് ബിലാലും പുറപ്പെട്ടു. അദ്ദേഹം ഇത്രയും കൂടി പറഞ്ഞു, ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ തങ്ങണമെങ്കിൽ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി ശേഷം മറ്റാർക്കു വേണ്ടിയും എൻ്റെ ഹൃദയം ബാങ്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം ഹദ്രത്ത് അബൂബക്കറിന്റെ അടുക്കൽ ആളുകൾ ഒരുമിച്ചുകൂടി. അദ്ദേഹം ഹദ്രത്ത് മുആവിയയെ അവരുടെ നേതാവാക്കി. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സഹോദരൻ യസീദിനോടൊപ്പം ചേരാൻ കൽപ്പിച്ചു. ഹദ്രത്ത് മുആവിയ ഹദ്രത്ത് യസീദിന്റെ അടുക്കലെത്തി. ഹദ്രത്ത് മുആവിയ ഹദ്രത്ത് ഖാലിദ് ബിൻ സയ്യിദിന്റെ അടുക്കലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ അവശിഷ്ട ഭാഗവും ഇദ്ദേഹത്തോടൊപ്പം ചേരുകയുണ്ടായി. ഹദ്രത്ത് ഹംസ ബിൻ അബീബക്കർ ഹമദാനി ഒരു സൈന്യവുമായി ഹദ്രത്ത് അബൂബക്കറിന്റെ സവിധത്തിൽ ഹാജരായി. അദ്ദേഹത്തിന്റെ സൈനിക ബലം 1000-ഓളമോ അതിലധികമോ ആയിരുന്നു. ഹദ്രത്ത് അബൂബക്കർ അവരുടെ എണ്ണവും തയ്യാറെടുപ്പും കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു മുസ്ലിങ്ങൾക്ക് മേൽ ചെയ്തു തന്നിട്ടുള്ള ഔദാര്യങ്ങൾക്ക് എല്ലാ സ്തുതിയും അവന് തന്നെയാകുന്നു. അള്ളാഹു എപ്പോഴും ഈ ആളുകൾ മുഖേന മുസ്ലിങ്ങളെ സഹായിച്ചുകൊണ്ട് അവർക്ക് സമാധാനത്തുള്ള സംവിധാനമൊരുക്കുന്നു. അവർ മുഖേന മുസ്ലിങ്ങൾ കരുത്തു പകരുന്നു, അവരുടെ ശത്രുക്കളെ ദുർബലരാക്കുന്നു. തുടർന്ന് ഹദ്രത്ത് ഹംസ ഹദ്രത്ത് അബൂബക്കറിനോട് പറഞ്ഞു, താങ്കളെ കൂടാതെ മറ്റാരെങ്കിലും എനിക്ക് മേൽ അമീറായി ഉണ്ടാകുമോ? ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, അതെ, നാം 3 പേരെ അമീർമാരായി നിശ്ചയിച്ചിട്ടുണ്ട്. അതിലിഷ്ടമുള്ളവരടുത്തേക്ക് താങ്കൾക്ക് പോകാം. ഹദ്രത്ത് ഹംസ മുസ്ലിങ്ങളുടെ അടുക്കലെത്തിയപ്പോൾ ഈ അമീർമാരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരത്തിൽ ഏറ്റവും ഉത്തമനുമായിട്ടുള്ള ആൾ എന്ന് അവരോട് ആരാഞ്ഞു. ഹദ്രത്ത് അബൂ ഉബൈദ ബിൻ ജറാഹാണെന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. അദ്ദേഹം അവരോടൊപ്പം ചേരുകയും ചെയ്തു. ഇതും അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാമീപ്യം ലഭിച്ചവരോടൊപ്പം നിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ജിഹാദി സംഘങ്ങൾ മദീനയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഹദ്രത്ത് അബൂബക്കർ അവരെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മറുഭാഗത്ത് ഹദ്രത്ത് അബൂ ഉബൈദ ഹദ്രത്ത് അബൂബക്കറിന് നേരിട്ട് കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റോമക്കാരും അവരുടെ കീഴിലുള്ള ഗോത്രങ്ങളും മുസ്ലിങ്ങൾക്കെതിരിൽ ഭാരിച്ച തോതിൽ ഒരുമിച്ച് കൂടുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉപദേശിച്ചാലും ഹദ്രത്ത് അബൂ ഉബൈദയുടെ തുടരെയുള്ള കത്തുകളെ തുടർന്ന് ഹദ്രത്ത് അബൂബക്കർ ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദിനെ ഷാമിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവാണേ, തീർച്ചയായും ഖാലിദ് ബിൻ വലീദ് മുഖേന റോമക്കാരെ അവരുടെ സാത്താനിക പദ്ധതികളിൽ വിസ്മരിപ്പിച്ചു കളയുന്നതാണ്. ഹദ്രത്ത് ഖാലിദ് ആ സമയത്ത് ഇറാഖിലായിരുന്നു. ഹദ്രത്ത് അബൂബക്കർ ഹദ്രത്ത് ഖാലിദിനോട് സിറിയയിലേക്ക് പോകാനും അവിടെ ഇസ്ലാമിക സൈന്യത്തിന് നേതൃത്വം ഏറ്റെടുക്കാനും കൽപ്പിച്ചു. തുടർന്ന് ഹദ്രത്ത് അബൂ ഉബൈദയ്ക്ക് ഇങ്ങനെ എഴുതി, അമ്മാബാദ്, ഞാൻ സിറിയയിൽ ശത്രുക്കളുമായുള്ള യുദ്ധത്തിന്റെ നേതൃത്വം ഖാലിദിനെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെ എതിർക്കരുത്. അദ്ദേഹം പറയുന്നത് കേൾക്കുകയും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് മേൽ
നിയോഗിച്ചത്. നിങ്ങൾ എൻ്റെ പക്കൽ അദ്ദേഹത്തെക്കാളും ഔന്നിത്യം കുറഞ്ഞവരായതുകൊണ്ടല്ല, പക്ഷേ എൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹത്തിന് നിങ്ങളെക്കാളും യുദ്ധ നൈപുണ്യമുണ്ട്. അള്ളാഹു നമ്മുടെയും നിങ്ങളുടെയും ഗുണകാംക്ഷി ആയിരിക്കട്ടെ. വസ്സലാം. ഹദരത്ത് ഖാലിദ് ഇറാഖിൽ നിന്ന് സിറയിലേക്ക് പുറപ്പെട്ടതിനെ സംബന്ധിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹദരത്ത് അബൂബക്കറിന്റെ കത്ത് ഹദരത്ത് ഖാലിദിന് കിട്ടി. വിവിധ നിവേദനങ്ങൾ അനുസരിച്ച് 800, 500, 9000, 6000 പേരടങ്ങുന്ന സംഘവുമായി അദ്ദേഹം സിറിയയിലേക്ക് പുറപ്പെട്ടു. ചില നിവേദനങ്ങളിൽ 100 കണക്കിന് എന്നും മറ്റു ചിലതിൽ 1000 കണക്കിന് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം സിറിയയിലേക്ക് നീങ്ങി. ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് ഖറാഖർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെയുള്ളവരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് മരുഭൂമി താണ്ടി വളരെ ദുർഘടമായ വഴികളിലൂടെ തന്റെ ശ്യാമള പതാകയുമേന്തി ഡമസ്കസിന് സമീപം സനിയത്തുൽ ഉഖാബ് എന്ന സ്ഥലത്തെത്തി. ഈ കുടിയെക്കുറിച്ച് പറയുന്നു, ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതാകയായിരുന്നു. ഇത് കാരണമാണ് പ്രസ്തുത താഴ്വരയുടെ പേര് സനിയത്തുൽ ഉഖാബ് എന്നായത്. അതായത് അതിനുശേഷം ഡമസ്കസിന്റെ കിഴക്കൻ കവാടത്തിൽ നിന്ന് 1 മൈൽ അകലെ ഹദരത്ത് ഖാലിദ് തമ്പടിച്ചു. ചില നിവേദനങ്ങളിൽ പറയുന്നു ഹദരത്ത് അബൂ ഉബൈദ അദ്ദേഹത്തെ ഇവിടെയാണ് കണ്ടുമുട്ടിയത്. ശത്രുക്കളെ ഈ ദിവസം മുതൽ തന്നെ വളയാൻ തുടങ്ങിയിരുന്നു. ചില നിവേദനങ്ങളിൽ പറയുന്നു ഹദരത്ത് ഖാലിദ് ഡമസ്കസിൽ നിന്ന് ബറൂസയിലെത്തി. ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് മുസ്ലിങ്ങളോടൊപ്പം ബുസറയിൽ എത്തിയപ്പോൾ എല്ലാ മുസ്ലിം സൈന്യങ്ങളും ഒരുമിച്ച് കൂടി. എല്ലാവരും അവിടെ അദ്ദേഹത്തെ യുദ്ധത്തിന്റെ അമീറാക്കി. അവർ പട്ടണത്തെ വളഞ്ഞു. ചിലർ പറയുന്നു ഈ യുദ്ധത്തിന് നേതൃത്വം ഹദരത്ത് യസീദ് ബിൻ അബൂ സുഫിയാനായിരുന്നു. കാരണം അദ്ദേഹം ഡമസ്കസിലെ കൈകാര്യകർത്താവും അതിന്റെ നേതാവും ഗവർണറുമായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ മുസ്ലിങ്ങൾക്ക് ജിദിയ കൊടുക്കാമെന്നും മുസ്ലിങ്ങളുടെ ജീവനും സ്വത്തിനും സന്തതികൾക്കും അഭയം നൽകാമെന്നുമുള്ള കാര്യത്തിൽ സന്ധി ചെയ്തു. ഇനി അജ്നാദീന്റെ യുദ്ധമാണ്. അജ്നാദീൻ എന്നും പറയപ്പെടുന്നു. ഇതിനെപ്പറ്റി പറയുന്നു ഇത് ഫലസ്തീന്റെ ചുറ്റുവട്ടത്തുമുള്ള ഒരു സുപ്രസിദ്ധ നാടിന്റെ പേരാണ്. ബുസറ കീഴടക്കിയ ശേഷം ഹദരത്ത് അബൂ ഉബൈദയെയും ഹദരത്ത് ഷെർഹബീലിനെയും ഹദരത്ത് യസീദ് ബിനു അബി സുഫിയാനെയും കൂട്ടി ഹദരത്ത് ഖാലിദ് ഹദരത്ത് അംർ ബിനു ആസിനെ സഹായിക്കാൻ വേണ്ടി ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു. ഹദരത്ത് അംർ ബിൻ ആസ് ആ സമയത്ത് ഫലസ്തീന്റെ നിമ്നതലങ്ങളിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം മുസ്ലിം സൈന്യങ്ങളെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ റോമൻ സൈന്യം അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് യുദ്ധത്തിന് നിർബന്ധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. റോമക്കാർക്ക് മുസ്ലിങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർ അജ്നാദയിലേക്ക് മാറിപ്പോയി. ഹദരത്ത് അംർ ബിൻ ആസ് ഇസ്ലാമിക സൈന്യങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് പുറപ്പെടുകയും ഇസ്ലാമിക സൈന്യങ്ങളെ കണ്ടുമുട്ടുകയും ചെയ്തു. പിന്നെ എല്ലാവരോടും അജ്നാദയിൽ ഒരുമിച്ചുകൂടി റോമക്കാർക്ക് മുന്നിൽ അണിനിരന്നു. അബൂ ഉബൈദയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഉപരോധത്തിനിടയിൽ ഇറാഖക്കാർ ഡമസ്കസിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരു സൈന്യത്തെ അയച്ചിരുന്നു. അവരുമായി മുസ്ലിങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു. അതേക്കുറിച്ച് ഏതായാലും ഡമസ്കസിന്റെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ പരാമർശിക്കുന്നതാണ്. ഡമസ്കസ് ഉപരോധത്തിനിടയിൽ ഹദരത്ത് ഖാലിദിനും ഹദരത്ത് അബൂ ഉബൈദയ്ക്കും മനസ്സിലായത് ഉംസിന്റെ ഭരണാധിപൻ ഒരു സൈന്യത്തെ തയ്യാറാക്കുന്നു എന്നാണ്. അങ്ങനെ ഹദരത്ത് ഷെർഹബീൽ ബിൻ ഹസ്നയുടെ വഴി തടയാൻ ആഗ്രഹിക്കുകയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ബുസ്രയിലായിരുന്നു. റോമക്കാരുടെ ഒരു വലിയ സൈന്യം അജ്നാദയിലെത്തി. ഈ വാർത്ത ഹദരത്ത് ഖാലിദിനെയും ഹദരത്ത് അബൂബൈദയെയും അസ്വസ്ഥരാക്കി. കാരണം അദ്ദേഹം ഈ സമയത്ത് ഡമസ്കസ്കാരോട് യുദ്ധത്തിൽ വ്യാപൃതനാകാനായിരുന്നു ആഗ്രഹിച്ചത്. തുടർന്ന് ഹദരത്ത് ഖാലിദും ഹദരത്ത് അബൂ ഉബൈദയും കൂടിയാലോചന നടത്തി. ഹദരത്ത് അബൂ ഉബൈദ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ശത്രുക്കൾ ഹദരത്ത് ഷെർഹബീലിന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തെത്താം.
ഹദ്രത്ത് ഖാലിദ് പറഞ്ഞു, നമ്മൾ ഹദ്രത്ത് ഷെർഹബീലിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അജ്നാദയിലുള്ള റോമൻ പട്ടാളക്കാർ നമ്മളെ പിന്തുടരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ വീക്ഷണത്തിൽ അജ്നാദയിലുള്ള ഈ വലിയ സൈന്യത്തെ നേരിടുകയാണ് നല്ലത്. അദ്ദേഹത്തോട് അജ്നാദയിനിൽ അബൂ സുഫിയാനോടൊപ്പം ഹസ്രത്ത് അമറിനോടും അജ്നാദയിനിൽ വന്ന് നമ്മോടൊപ്പം ചേരാൻ പറയാം. പോകുമ്പോൾ നമുക്ക് ശത്രുക്കളെ നേരിടാം. അപ്പോൾ ഹസ്രത്ത് അബൂ ഉബൈദ പറഞ്ഞു, ഈ തീരുമാനം വളരെ നല്ലതാകുന്നു. അള്ളാഹു അതിൽ അനുഗ്രഹം ചൊരിയട്ടെ. അതനുസരിച്ച് പ്രവർത്തിക്കാം. മറ്റൊരു നിവേദനമനുസരിച്ച് ഹസ്രത്ത് അബൂ ഉബൈദ ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിന് നൽകിയ അഭിപ്രായം ഇപ്രകാരമായിരുന്നു: നമ്മുടെ സൈന്യം സിറിയയിൽ പല പ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും കത്തെഴുതിക്കൊണ്ട് അജ്നാദയിനിൽ വന്ന് നമ്മോടൊപ്പം കൂടാൻ പറയണം. തുടർന്ന് ഹസ്രത്ത് ഖാലിദ് ഡമസ്കസിൽ നിന്ന് അജ്നാദയിനിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ എല്ലാ അമീർമാർക്കും കത്തെഴുതിക്കൊണ്ട് അജ്നാദയിനിൽ ഒരുമിച്ച് കൂടാൻ നിർദ്ദേശം നൽകി. ഹസ്രത്ത് ഖാലിദും ഹസ്രത്ത് അബൂ ഉബൈദയും ജനങ്ങളെയും കൊണ്ട് ഡമസ്കസിന്റെ ഉപരോധം ഒഴിവാക്കി വളരെ ശീഘ്രഗതിയിൽ പുറപ്പെട്ടു. ഹസ്രത്ത് അബൂ ഉബൈദ സൈന്യത്തിന്റെ പിറകുവശത്തായിരുന്നു. ഡമാസ്കസുകാർ പിന്തുടർന്നെത്തി അബൂ ഉബൈദയെ വളഞ്ഞു. അദ്ദേഹം 100-200 ആളുകൾക്കൊപ്പമാണ് ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ സ്ത്രീകളും കുട്ടികളും സമ്പത്തും സാമഗ്രികളും അടങ്ങിയ സംഘമായിരുന്നു. ഒരു നിവേദനമനുസരിച്ച് അവരെ നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും 1000 പേരടങ്ങുന്ന സംഘവും ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഡമസ്കസുകാരുടെ എണ്ണം വളരെ അധികമായിരുന്നു. ഹദ്രത്ത് അബൂ ഉബൈദ അവരുമായി ശക്തമായി ഏറ്റുമുട്ടി. സൈന്യത്തിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന ഹദ്രത്ത് ഖാലിദ് ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു. കൂടെയുള്ള ആളുകളും തിരിക്കുകയുണ്ടായി. പിന്നെ അവർ റോമക്കാരുടെ യുദ്ധം ചെയ്തു. അവർ പരസ്പരം വീഴ്ത്തിക്കൊണ്ട് 3 മൈലുകളോളം അവരെ പിന്തുടർന്നു. എത്രത്തോളം എന്നാൽ അവർ തിരിച്ച് ഡമാസ്കസ് വരെ എത്തി. മറുഭാഗത്ത് അജ്നാദയിനിൽ ഉണ്ടായിരുന്ന റോമൻ സൈന്യം തങ്ങളുടെ 2ാമത്തെ സൈന്യത്തിലേക്ക് കത്തയക്കുകയും അജ്നാദയിനിൽ എത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. റോമൻ സൈന്യം ഹദ്രത്ത് ഷെർഹബീലിനെ ആക്രമിക്കാൻ ബുസ്രയിലേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെ അവരും അജ്നാദയിലെത്തി. ഹദ്രത്ത് ഖാലിദിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ മുസ്ലിം സൈന്യങ്ങളും അജ്നാദയിനിൽ ഒരുമിച്ചുകൂടി. റോമൻ സൈന്യാധിപൻ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് തിരിച്ചയക്കാൻ ആഗ്രഹിച്ചു. കാരണം ഇറാനികളെ പോലെ അവരും ധരിച്ചിരുന്നത് പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഈ ദരിദ്രരായ ആളുകൾ നാട് കൊള്ളയടിക്കാൻ പുറപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു. അവർ നൂറ്റാണ്ടുകളായി സംസ്കാരശൂന്യരായ പാമരന്മാരും ദരിദ്രരും നിസ്സഹായരുമായ മരുനിവാസികളായ അറബികളിൽ നിന്ന് ഉന്നതമായ ഒരു ലക്ഷ്യവും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ അവർ ഖാലിദിന് മുന്നിൽ ഒരു നിർദ്ദേശം വയ്ക്കൂ: അദ്ദേഹവും അദ്ദേഹത്തിന്റെ സൈന്യവും തിരിച്ചു പോവുകയാണെങ്കിൽ ഓരോ സൈനികനും ഒരു തലപ്പാവും 1 ജോഡി വസ്ത്രവും 1 സ്വർണപ്പതക്കവും നൽകുന്നതാണ്. സൈന്യാധിപന്മാർക്ക് 10 ജോഡി വസ്ത്രവും 100 സ്വർണ പതക്കങ്ങളും നൽകുന്നതാണ്. ഖലീഫയ്ക്ക് 100 ജോഡി വസ്ത്രങ്ങളും 1000 സ്വർണ പതക്കങ്ങളും നൽകുന്നതായിരിക്കും. അവർ പറഞ്ഞു, ഈ കൊള്ളക്കാർക്ക് ഇത്രയും നൽകി യാത്രയാക്കുക. ഹദ്രത്ത് ഖാലിദ് ഈ നിർദ്ദേശത്തെ പുച്ഛിച്ചു തള്ളുകയുണ്ടായി. എന്നിട്ട് വളരെ കടുത്ത ഭാഷയിൽ അവരോട് പറഞ്ഞു, റോമക്കാരെ, ഞങ്ങൾ നിങ്ങളുടെ ഔദാര്യങ്ങളെ പുച്ഛിച്ചു തള്ളുന്നു. കാരണം ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ സമ്പത്തിലും കുടുംബങ്ങളിലും വ്യക്തിത്വങ്ങൾക്കും മേൽ ആധിപത്യം ഉടമസ്ഥാവകാശം കരസ്ഥമാക്കുന്നതാണ്. അങ്ങനെ 2 സൈന്യങ്ങൾ സമീപമെത്തിയപ്പോൾ റോമക്കാരുടെ ഒരു തലവൻ ഒരു അറബിയെ വിളിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ പോയി വരാൻ പറഞ്ഞു. ആ അറബി മുസ്ലിം ആയിരുന്നില്ല. മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ദിവസം താമസിച്ച് അവരെക്കുറിച്ചുള്ള അറിയിപ്പ് കൊണ്ടുവരിക. അയാൾ മുസ്ലിങ്ങൾക്കിടയിൽ കയറിക്കൂടി. അറബി ആയിരുന്ന കാരണത്താൽ ആഗതനെക്കുറിച്ച് ആർക്കും സംശയമുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾക്കിടയിൽ അയാൾ ഒരു പകലും ഒരു രാത്രിയും കഴിച്ചുകൂട്ടി. പിന്നെ റോമൻ നേതാവിന്റെ അടുക്കലെത്തി. അയാൾ ചോദിച്ചു, നീ എന്ത് വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്? ആഗതൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വാർത്തയെക്കുറിച്ചാണ് ചോദിക്കുന്നത്? അവർ രാത്രിയിൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നു. അവർ പകൽ കുതിരസവാരിക്കാരുമാണ്. തങ്ങൾക്കിടയിൽ നീതി നിലനിർത്തുന്നതിന്
രാജാവിന്റെ മകനാണ് കളവ് ചെയ്തതെങ്കിൽ പോലും അയാളുടെ കൈ മുറിച്ചിരിക്കും. വ്യഭിചരിക്കുകയാണെങ്കിൽ അയാളെ കല്ലെറിഞ്ഞു വന്നിരിക്കും. റോമൻ തലവൻ അയാളോട് പറഞ്ഞു, നീ എന്നോട് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഭൂമിക്ക് മുകളിൽ അവരെ നേരിടുന്നതിനേക്കാൾ നല്ലത് ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴ്ന്നു പോകുന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു എന്നെ എൻ്റെ അവസ്ഥയിൽ തന്നെ വിടുകയും എനിക്കെതിരിൽ അവരെയോ അവർക്കെതിരിൽ എന്നെയോ സഹായിക്കാതിരിക്കട്ടെ. താരീഖ് തബരിയിൽ പറയുന്നു, രാവിലെ ആയപ്പോൾ അവർ പരസ്പരം സമീപമെത്തി. ഹദ്രത്ത് ഖാലിദ് പുറത്തേക്ക് വന്നു, സൈന്യത്തെ ക്രമീകരിച്ചു. ഹദ്രത്ത് ഖാലിദ് ജനങ്ങൾക്കിടയിലൂടെ ജിഹാദിനെ പ്രേരിപ്പിച്ചു നടക്കുകയായിരുന്നു. ഓരോ സ്ഥലത്തും അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം മുസ്ലിം സ്ത്രീകളോട് കൽപ്പിച്ചു, ശക്തമായി ഉറച്ചു നിൽക്കുക, ജനങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുക, അള്ളാഹുവിനെ വിളിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മുസ്ലിങ്ങൾ ആരെങ്കിലും അവരുടെ അടുത്തേക്ക് പോകാനിടയായാൽ തങ്ങളുടെ മക്കളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരോട് പറയുക, നിങ്ങളുടെ സന്താനങ്ങളെയും സ്ത്രീകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുക. ഹദ്രത്ത് ഖാലിദ് ഓരോ സംഘത്തിന്റെയും അടുത്തെത്തി നിൽക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തു, അള്ളാഹുവിന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ തക്കവും മുറിയെടുപ്പിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനെ നിഷേധിച്ചവരുമായി യുദ്ധം ചെയ്യുക. തങ്ങളുടെ കുതികാലുകളിൽ മേൽ പിന്തിരിഞ്ഞു പോകരുത്. ശത്രുക്കൾക്ക് മുന്നിൽ ചൂളിപ്പോവുകയും ചെയ്യരുത്. മറിച്ച് സിംഹങ്ങളെപ്പോലെ മുന്നോട്ട് ഗമിക്കുവിൻ. എത്രത്തോളം എന്നാൽ ഭയം നീങ്ങിപ്പോകട്ടെ. നിങ്ങൾ സ്വതന്ത്രരും ഉന്നതരുമായ ജനങ്ങളുമാകുന്നു. നിങ്ങൾക്ക് ഈ ലോകവും നൽകപ്പെട്ടിരിക്കുന്നു, പരലോകത്തിന്റെ പ്രതിഫലവും അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ശത്രുക്കളുടെ ആധിക്യം കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. തീർച്ചയായും അല്ലാഹു തന്റെ ആപത്തും ശിക്ഷയും ഇറക്കുന്നവനാകുന്നു. ഹദരത്ത് ഖാലിദ് ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ആക്രമിക്കുമ്പോൾ നിങ്ങളും ആക്രമിക്കുക. തുടർന്ന് രണ്ട് സൈന്യങ്ങൾക്കുമിടയിൽ ഘോര യുദ്ധം നടന്നു. ഹദ്രത്ത് സയ്യിദ് ബിൻ സയ്യിദ് മുസ്ലിങ്ങളെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് ആവേശഭരിതരാക്കി, ജനങ്ങളെ, അള്ളാഹുവിനു മുന്നിൽ തങ്ങളുടെ മരണങ്ങളെ ഓർമ്മിക്കുക. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി നരകാവശികളാകരുത്. ദീനിന്റെ സംരക്ഷകരെ, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, ക്ഷമ കൈകൊള്ളുക. ഘോര യുദ്ധം നടന്നപ്പോൾ റോമക്കാർ പിന്തിരിഞ്ഞോടി. അങ്ങനെ അവർ തങ്ങളുടെ സ്ഥലത്തെത്തി. അപ്പോൾ വറദാൻ തന്റെ സമൂഹത്തിന് മുന്നിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് അവസ്ഥയെങ്കിൽ ഈ രാജ്യവും സമ്പത്തും നിങ്ങളിൽ നിന്ന് കൈവിട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഹൃദയങ്ങളുടെ കരകൾ മായ്ച്ചു കളയുന്നതാണ് ഉചിതം. ഈ ആട്ടിടയന്മാരായ പട്ടിണിയും പരിവട്ടവുമുള്ള അടിമകളായ അറബികൾ നമ്മളുമായി യുദ്ധം ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അവരുടെ പട്ടിണിയിലാണ് അവരെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. ഇപ്പോൾ അവർ ഇവിടെ വന്ന് നമ്മുടെ ഫലങ്ങളും കായ്കളും തിന്നിരിക്കുന്നു. ചവ്വരിക്ക് പകരം ഗോതമ്പ് ചപ്പാത്തി അവർക്ക് ലഭിക്കുന്നു. സുർക്കയ്ക്ക് പകരം തേൻ കുടിക്കുന്നു. അത്തിപ്പഴവും മുന്തിരിയും മറ്റ് ഫലങ്ങളുടെയും രുചി ആസ്വദിക്കുന്നു. തുറന്നയാൾ കുറച്ച് നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരോട് കൂടിയാലോചന ചെയ്തുകൊണ്ട് പറഞ്ഞു, മുസ്ലിങ്ങളുടെ നേതാവിനെ എന്തെങ്കിലും ഒരു ഉപായം മുഖേന വഞ്ചനാപൂർവം കൊല ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാവരും പിന്തിരിഞ്ഞോടുന്നതാണ്. നിങ്ങളാദ്യം 10 സൈനികരെ ഒളിഞ്ഞിരിക്കാൻ പറഞ്ഞയക്കുക. പിന്നെ മുസ്ലിങ്ങളുടെ നേതാവിനെ സംഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുക. അങ്ങനെ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ തക്കം പാർത്തിരിക്കുന്ന സൈനികർ ഒന്നിച്ചുകൂടി അയാളെ കൊല്ലണം. അങ്ങനെ റോമക്കാരുടെ നേതാവ് വളരെ നായചായതയോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ ഹദ്രത്ത് ഖാലിദിന്റെ അടുക്കിലേക്ക് അയച്ചു. അയാൾ മുസ്ലിങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അറബികളെ രക്തം ചിന്തുന്നതും കൊലപ്പെടുത്തുന്നതും മതിയായില്ലേ? ഞങ്ങൾ സന്ധിയിലാകാനുള്ള ഒരു നിർദ്ദേശം വെക്കുകയാണ്. ആയതിനാൽ നിങ്ങളുടെ നേതാവ് ഞാനുമായി സംപ്രേഷണത്തിന് മുമ്പോട്ട് വരട്ടെ. ഹദ്രത്ത് ഖാലിദ് മുമ്പോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്ത് സന്ദേശവുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയുക. പക്ഷേ സത്യം അവലംബിക്കേണ്ടത് അനിവാര്യമാണ്. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് രക്തച്ചൊരിച്ചൽ ഇഷ്ടപ്പെടുന്നില്ല. ഇതുവരെ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ സങ്കടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും
സമ്പത്ത് തന്നുകൊണ്ട് സന്ധി ചെയ്യണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു ആകെ തന്റെ ഹൃദയത്തിൽ ഭയമുളവാക്കുകയും ഹദ്റത്ത് ഖാലിദിനോട് തന്റെയും തന്റെ കുടുംബത്തിന്റെയും സംരക്ഷണം നൽകാമെന്ന ഉറപ്പിന്മേൽ തന്റെ നേതാവിന്റെ എല്ലാ പദ്ധതികളും വെളിപ്പെടുത്തുകയും ഉണ്ടായി. അയാൾക്ക് ഹദ്റത്ത് ഖാലിദിനെ എങ്ങനെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കണമെന്ന എല്ലാ പദ്ധതികളെക്കുറിച്ചും അറിയാമായിരുന്നു. ഹദ്റത്ത് ഖാലിദ് പറഞ്ഞു, നീ വഞ്ചിക്കുകയില്ലെങ്കിൽ ഞാൻ നിനക്കും നിന്റെ കുടുംബത്തിനും അഭയം നൽകുന്നതാണ്. അങ്ങനെ അയാൾ തിരിച്ചുപോയി തന്റെ നേതാവിനോട് ഹദ്റത്ത് ഖാലിദ് സംഭാഷണത്തിന് തയ്യാറാണെന്ന് അറിയിച്ചു. അയാൾ വളരെ സന്തോഷിച്ചു. സംഭാഷണത്തിന് നിശ്ചയിച്ച സ്ഥലത്തുള്ള ഒരു കുന്നിൻ പുറയിൽ 10 സൈനികരോട് തക്കം പാർക്കാൻ കൽപ്പിച്ചു. ഹദ്റത്ത് ഖാലിദിന് അവരുടെ പദ്ധതികളെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഹദ്റത്ത് സിറാർ അടക്കമുള്ള 10 മുസ്ലിങ്ങളെ അവർ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. മുസ്ലിങ്ങൾ അവിടെ എത്തി ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. ഹദ്റത്ത് ഖാലിദ് റോമൻ നേതാവുമായി സംസാരിക്കാൻ പോയി. ഇരുഭാഗത്തും സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുകയാണ്. റോമൻ നേതാവും അവിടെ എത്തി. ഹദ്റത്ത് ഖാലിദ് അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളായിത്തീരും. അല്ലാത്ത പക്ഷം യുദ്ധക്കരം നൽകുക, അതുമല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുക. റോമൻ നേതാവിന് തക്കം പാർത്തിരിക്കുന്ന സൈനികരിൽ പൂർണ്ണ പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ അയാൾ പൊടുന്നനെ ഹദ്റത്ത് ഖാലിദിന് മേൽ വാൾ ചുഴറ്റി. അദ്ദേഹത്തിന് 2 കൈകളും പിടിച്ചു. ഹദ്റത്ത് ഖാലിദും തിരിച്ചാക്രമിച്ചു. റോമൻ നേതാവ് തന്റെ ആളുകളോട് വിളിച്ചു പറഞ്ഞു, വേഗം ഓടി വരൂ, ഞാൻ മുസ്ലിം നേതാവിനെ പിടികൂടിയിരിക്കുന്നു. കുന്നിൻ ചെരുവിൽ നിന്ന് സഹാബാക്കൾ ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ ഊരിപ്പിടിച്ച വാളുകളുമായി കുതിച്ചെത്തി. വറദാൻ ആദ്യം കരുതിയത് അതൊക്കെ തന്റെ ആളുകളാണെന്നാണ്. പക്ഷേ ഹദ്റത്ത് സിറാറിനെ കണ്ടപ്പോൾ അയാളുടെ ശ്വാസം നിലച്ചു. തുടർന്ന് ഹദ്റത്ത് സിറാറും മറ്റ് സൈനികരും ചേർന്ന് അയാളെ കാലപുരിക്കയച്ചു. റോമക്കാർ തങ്ങളുടെ നേതാവിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അവരുടെ ആവേശം തുളത്തുറഞ്ഞു പോയി. തുടർന്ന് ജനങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി. റോമക്കാരുടെ മറ്റൊരു നേതാവ് മുസ്ലിങ്ങളുടെ യുദ്ധഗതി കണ്ടപ്പോൾ തന്റെ ആളുകളോട് പറഞ്ഞു, എന്റെ തലയിൽ ഒരു തുണി ചുറ്റുക. അവർ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഇന്ന് വളരെ ദുശ്ശകനം നിറഞ്ഞ ദിവസമാകുന്നു, ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതുവരെയും ലോകത്തിന്റെ ഇത്രയും കഠിനമായ ഒരു ദിവസം കണ്ടിട്ടില്ല. നിവേദകൻ പറയുന്നു, മുസ്ലിങ്ങൾ അയാളുടെ തല കൊയ്തപ്പോൾ ഇത് തുണിയിൽ കെട്ടി പൊതിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ യുദ്ധത്തിൽ റോമക്കാരുടെ എണ്ണം 100,000-ഓളം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ എണ്ണം 30,000 മറ്റൊരു നിവേദനത്തിൽ 35,000 എന്നുമുണ്ട്. ഈ യുദ്ധത്തിൽ 3,000 റോമക്കാർ കൊല്ലപ്പെട്ടു. അവരുടെ പരാജിത സൈന്യം പട്ടണത്തിലെ വിവിധയിടങ്ങളിൽ അഭയം തേടാൻ നിർബന്ധിതരായി. അജ്നാദൈൻ കീഴടക്കിയ ശേഷം ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദ് ഹദ്റത്ത് അബൂബക്കറിന്റെ കത്ത് മുഖേന ആ സുവാർത്ത അറിയിക്കുകയും ചെയ്തിരുന്നു. ആ കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അസ്സലാമു അലൈക്കും, ഞങ്ങൾ മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്തു. അവർ ഞങ്ങൾക്കെതിരിൽ വലിയ വലിയ സൈന്യങ്ങളെ അജ്നാദൈനിൽ ഒരുമിച്ച് കൂട്ടിയിരുന്നു. അവർ തങ്ങളുടെ കുരിശുകളും ഗ്രന്ഥങ്ങളും ഉയർത്തിപ്പിടിച്ചിരുന്നു. അവർ പിന്തിരിഞ്ഞോടുന്നില്ലെന്ന് ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു. എത്രത്തോളം ഞങ്ങളെ നശിപ്പിക്കാനും നാട്ടിൽ നിന്ന് പുറന്തള്ളാമെന്നും ശപഥം ചെയ്യാത്തവർ ആരായിരുന്നു? ഞങ്ങളും അള്ളാഹുവിൽ ദൃഢവിശ്വാസത്തോടെയും പൂർണ്ണ അർപ്പണത്തോടെയും പുറപ്പെട്ടു. പിന്നെ ഞങ്ങൾ ആദ്യം ശരങ്ങൾ ചെയ്തു, തുടർന്ന് വാളുകൾ പുറത്തേക്കെടുക്കുകയും അത് മുഖേന ശത്രുക്കളെ വീഴ്ത്തുകയും ചെയ്തു. എത്രത്തോളം എന്നാൽ ഒരു ഒട്ടകത്തെ വലിയർത്ത് തയ്യാറാക്കാനുള്ള സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ. തുടർന്ന് അള്ളാഹു തന്റെ സഹായം വർഷിക്കുകയും തന്റെ വാഗ്ദാനം പൂർത്തിയാക്കുകയും കാഫ്രീങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ അവരെ എല്ലാ ഇടുങ്ങിയതും വിസ്താരമുള്ളതുമായ വഴികളിലും താഴ്വരകളിലും മരണക്കയത്തിലേക്ക് പറഞ്ഞയച്ചു. വീണ്ടും ദീനിനെ വിജയിപ്പിക്കുകയും തന്റെ ശത്രുക്കളെ നിന്ദിരാക്കുകയും തന്റെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുകയും ചെയ്ത അള്ളാഹുവിന് തന്നെയാണ് സർവസ്തുതിയും. ഈ കത്ത് ഹദ്റത്ത് അബൂബക്കർ മുന്നിൽ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം മരണശയ്യയിലായിരുന്നു. ഈ വിജയം അദ്ദേഹം സന്തോഷിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അള്ളാഹുവിനാകുന്നു. അവൻ മുസ്ലിങ്ങളെ സഹായിക്കുകയും
എൻ്റെ കണ്ണുകൾക്ക് കുളിർമ നൽകുകയും ചെയ്യുന്നവരാകട്ടെ. അജ്നാദീൻ യുദ്ധത്തെക്കുറിച്ച് എപ്പോഴാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചിലരുടെ വീക്ഷണത്തിൽ ഇത് ഹദരത്ത് ഉമറിന്റെ കാലത്താണ് ഉണ്ടായത്. ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ വിജയം എപ്പോഴാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഒരു നിവേദനമനുസരിച്ച് പറയുന്നു, ഈ യുദ്ധം ഹിജ്റ 13-ാം വർഷം ഹദരത്ത് അബൂബക്കറിന്റെ വഫാത്തിന് 24 ദിവസം മുമ്പ്, അല്ലെങ്കിൽ 20 ദിവസം, അതുമല്ലെങ്കിൽ 34 ദിവസം മുമ്പാണ് നടന്നത്. ചില ചരിത്രകാരന്മാർ ഈ യുദ്ധം ഹദരത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്ത് ഹിജ്റ 15-ാം വർഷമാണ് ഉണ്ടായത് എന്ന് പറയുന്നു. ഏതായിരുന്നാലും നമ്മുടെ ഗവേഷകരുടെ ഗവേഷണം അനുസരിച്ച് അത് ശരിയാണെന്ന് തോന്നുന്നു. അജ്നാദൈൻ എന്ന സ്ഥലത്ത് 2 തവണ യുദ്ധമുണ്ടായിട്ടുണ്ടാകാം. ആദ്യത്തെ തവണ ഹദരത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലത്തും രണ്ടാമത്തേത് ഹദരത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലത്തും. കാരണം ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ 2 സന്ദർശനങ്ങളിലും വ്യത്യസ്ത സൈന്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിജ്റ 13-ാം നൂറ്റാണ്ടിലുണ്ടായ യുദ്ധത്തിലെ സൈന്യാധിപൻ ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു. ഹിജ്റ 15-ലുണ്ടായ യുദ്ധത്തിന്റെ സൈന്യാധിപൻ ഹദരത്ത് അംർ ബിൻ ആസ് ആയിരുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിന് തന്നെ വ്യക്തമായി അറിയുകയുള്ളൂ. ഇനി ഡമാസ്കസിന്റെ വിജയത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് നൽകുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.